ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ വയസ്സ്, ഈ ശരീരത്തിന്റെ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ഇത്ര വയസ്സായി എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ നമ്മുടെ ആത്മാവ് ആദ്യകാലം തൊട്ട് ഉള്ളതാണെന്നും ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മുടെ ആത്മാവ് നശിക്കില്ല, വസ്ത്രം മാറുന്ന പോലെ ആത്മാവ് ഓരോ ശരീരങ്ങളിൽ പ്രവേശിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യകാലം തൊട്ട് ഉള്ള ആത്മാവാണ് നമ്മുടെ വയസ്സ് എന്നുള്ളത്. ആത്മാവ് പല ശരീരങ്ങൾ ഉപയോഗിച്ച് ചെയ്ത കർമ്മങ്ങൾ നമ്മൾക്ക് എഫക്റ്റ് ചെയ്യുമെന്നും മാത്രമല്ല, അതുപോലെ എന്തെല്ലാം അറിവുകൾ, ജ്ഞാനങ്ങൾ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ആ അനുഭവങ്ങളെല്ലാം ആത്മാവിൽ പതിവാകുകയും മാത്രമല്ലാതെ നമ്മൾക്ക് അന്നത്തെ ആ പല ജന്മങ്ങളിലെടുത്ത ആ ടാലന്റ് മുഴുവൻ നമ്മളുടെ ആത്മാവിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആത്മീയത പഠിപ്പിക്കുന്ന നല്ലൊരു ഗുരുവിൻ്റെ അരികിൽ പോയി നമ്മൾ ദീക്ഷ വാങ്ങിച്ച് നമ്മുടെ ഈ 7 ചക്രങ്ങൾ ആക്റ്റീവാക്കി, കുണ്ടലിനെ ആക്റ്റീവാക്കി കഴിഞ്ഞാൽ ആത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ശക്തികളെയും ഈ ജന്മത്തിൽ നമ്മൾക്ക് അത് വളരെ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾക്ക് വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ് ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത്. തീർച്ചയായും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലി തിരക്കുള്ളവരാണ്, എങ്കിലും നമ്മൾ ആത്മീയതയ്ക്ക് വേണ്ടി 1 മണിക്കൂർ ദിവസവും മാറ്റിവെച്ച് മെഡിറ്റേഷൻ, പ്രാർത്ഥന, അതേപോലെ പല ആത്മീയമായ ഗുരുക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആത്മാവിൻ്റെ ശക്തികളെ ആഴമായി അറിയാനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടുകയും അതിലൂടെ നമ്മൾക്ക് ഈ ജന്മത്തിൽ നമ്മൾക്ക് പല കഴിവുകളും വെളിപ്പെടുത്തുവാനും കഴിയും. ഓക്കെ, താങ്ക് യു.